വല്ലാത്തൊരു ചടപ്പ്, എന്തിനും ഏതിനും മടി, എന്തിനാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു തോന്നൽ. ഇങ്ങനെ തോന്നാറുണ്ടോ? മിക്കവാറും ഇങ്ങനത്തെ ഒരു തോന്നലിൻ്റെ അടിസ്ഥാന കാരണം വളരെ എളുപ്പം നമുക്ക് പരിഹരിക്കാവുന്ന ഒരു ചെറിയ കാര്യമാണ്. ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്വമുണ്ട്. ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പഠിക്കുക എന്നുള്ള ഉത്തരവാദിത്വം, ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജോലിയോടുള്ള ഉത്തരവാദിത്വം, കടമ, ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഫാമിലിയോടുള്ള ഉത്തരവാദിത്വം. ഇങ്ങനെ പലതരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നവരാണ് ഓരോരുത്തരും. ജോലി ചെയ്യാതിരിക്കാൻ നമുക്കൊരു എക്സ്ക്യൂസ് ഉണ്ടാവാം, പഠിക്കാതിരിക്കാൻ നമുക്ക് പല എക്സ്ക്യൂസുകളുണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മളെ കബളിപ്പിക്കാം എന്നല്ലാതെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഉപബോധ മനസ്സിനെ കബളിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ ഇതിൻ്റെ കുറ്റബോധം നമ്മളെ വേട്ടയാടുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഡ്യൂട്ടി നിർവഹിക്കാതെ, കുടുംബത്തോടാവാം, പഠനത്തോടാവാം, ജോലിയോടാവാം, എന്ത് കാര്യത്തിനായാലും നമ്മുടെ ആ റെസ്പോൺസിബിലിറ്റി അന്ന് നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെയാണ് നമ്മൾ ഒരു ദിവസം കിടക്കാൻ പോകുന്നതെങ്കിൽ ശരിക്കും നമുക്ക് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യും. പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല, തൊഴിൽ വൃത്തിയായി ചെയ്തില്ല, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റിയില്ല. ഈ തരത്തിലുള്ളൊരു ഭാരം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങും. ഇതാണ് നമ്മുടെ ചടപ്പിൻ്റെ കാരണം. ഇതാണ് നമ്മുടെ മോട്ടിവേഷൻ ഇല്ലായ്മയുടെ പ്രധാനപ്പെട്ട കാരണം. ഇതിനെ നമ്മൾ ഇനാക്ടിവിറ്റി ഗ്രോസ്നെസ് എന്ന് പറയും. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒന്ന് പ്ലാൻ ചെയ്ത ശേഷം വൈകുന്നേരം അത് പരമാവധി നമ്മൾ നിറവേറ്റി ഒന്ന് കിടന്നു നോക്കും. ഭയങ്കര ലൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒളിച്ചോടുന്നത് നമുക്ക് ഭാരമാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുമ്പോഴാണ് നമ്മൾ ലൈറ്ററാവുക. നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊന്ന് പ്ലാൻ ചെയ്ത ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് നിറവേറ്റാനുള്ള ശ്രമം നടത്തുക. ഇൻ കേസ് നമ്മളത് നിറവേറ്റിയിട്ടില്ലെങ്കിൽ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ ഈശ്വരനോട് മാപ്പ് പറയും, എനിക്കിന്ന് നിറവേറ്റാൻ കഴിഞ്ഞില്ല, പ്ലീസ് ഫോർഗീവ്. ഓപ്പനോ പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവർക്ക് അത് തന്നെയാണ് അവരുടെ പ്രചോദനം.